ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പോലീസിനെ അവർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലീസ് ഇടപെടേണ്ടതായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അല്ല അതൊക്കെ വിളിച്ചു പറയാം. അവർക്ക് മുഖ്യമന്ത്രിയെ തന്നെ വിളിച്ചു പറയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. അപ്പം എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീ സംരക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒരു ഗവൺമെൻറ്റാണുള്ളത്. അതിൽ വളരെ നീതിയുക്തമായിട്ട് നടപടികൾ സ്വീകരിക്കുന്ന രീതിയാണ് നമ്മുടെ സർക്കാരിനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കല്ലേ നല്ലത്. അദ്ദേഹം എൻ്റെ കൂടെ മന്ത്രിസഭയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ കേട്ടുകേൾവി, അതായത് നിങ്ങൾ പറഞ്ഞ അറിവാണ് ഇപ്പം എനിക്കുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ച്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ എന്തെങ്കിലും പ്രതികരിക്കുന്നത് ശരിയാവില്ല. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കാം. എന്തു തന്നെയായാലും സ്ത്രീകൾക്ക് മാന്യതയും ബഹുമാന്യതയും നൽകുന്ന ഒരു സമൂഹം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. അവരെന്താന്ന് വെച്ചാൽ അവര് പറയട്ടെ. അത് സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 112 വട്ടന്മാർ വിളിക്കുന്നുവെന്നാണ് മന്ത്രി പറയുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 112 വട്ടന്മാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിക്കുകയായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല, പക്ഷേ അറിഞ്ഞിടത്തോളം പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായിരുന്നു എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചല്ല ഇക്കാര്യങ്ങൾ പറയേണ്ടത്, മുഖ്യമന്ത്രിയോട് തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയേണ്ടത്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുകൂടി മന്ത്രി പറഞ്ഞു വെക്കുകയാണ്. ആ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ ഇനി പറയാൻ പറ്റുമോ, എങ്ങനെ പറയും എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. അനുജ, തീർച്ചയായും മന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉയർന്ന ഏറ്റവും കാതലായ പ്രശ്നവും അതുതന്നെയാണ്. പോലീസിൻ്റെ സഹായം തേടി പോലീസ് അവിടെ വരുമ്പോൾ പോലീസ് പരാതിക്കാരിക്ക് സഹായകരമായൊരു സമീപനം സ്വീകരിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഈ ആരോപണ വിധേയർക്ക് അനുകൂലമായ സമീപനം സ്വീകരിച്ചു എന്നാണ് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ്റെ മാധ്യമങ്ങളോട് നൽകിയിരിക്കുന്ന പ്രതികരണം. അത് മാത്രമല്ല, ഈ കാര്യത്തിൽ ഒരു മൊഴി പോലും എടുക്കാതെ, ഒരു നടപടി പോലും സ്വീകരിക്കാതെ പോലീസ് അവിടെ നിന്ന് പോയി. മാത്രമല്ല, പോലീസ് വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളെ മാറ്റുന്നതിനും സഹായകരമായ രീതിയിൽ ഈ മന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർ പ്രവർത്തിച്ചു എന്ന ആക്ഷേപങ്ങളുമുണ്ട്. അപ്പോൾ മന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി എന്നത് ചുമതലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുള്ള മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ കഴിയുക? ഒപ്പം തന്നെ ഈ നിയമസഹായത്തിൻ്റെ ഭാഗമായി വിളിച്ച പോലീസ് വന്നിട്ട് എന്താണ് അവിടെ കാര്യക്ഷമമായി ഇടപെടാതിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം സർക്കാർ ഉത്തരം പറയേണ്ടി വരുന്നു. കാരണം ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികൾ സ്വീകരിച്ചു എന്നാണ്. 2016 ജിഷ വധക്കേസ് അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലും സർക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അവകാശവാദം അതുതന്നെയായിരുന്നു. എന്നാൽ ഒരു മന്ത്രിയുടെ ഭാര്യയായിരുന്ന ആൾക്ക് പോലും ഈ നീതി നേടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുന്നയിച്ച കാര്യങ്ങളിൽ പോലും സത്വരമായി ഇടപെടുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു ആക്ഷേപമായി മാറുകയാണ്, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സർക്കാരിൻ്റെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. സൂര്യഗായത്രി കൂടി കൊല്ലത്ത് നിന്ന് തത്സമയമുണ്ട്. സൂര്യഗായത്രി, ഇതിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മന്ത്രിയുടെ ഭാര്യ ഉന്നയിക്കുകയാണ്. തന്നെ സ്റ്റാഫ് കയ്യേറ്റം ചെയ്യുന്നു എന്നതിലേക്കും കാര്യങ്ങൾ പോയി എന്ന് പറയുന്നു. മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. അതേ തുടർന്നുണ്ടായ ചില കയ്യേറ്റങ്ങളൊക്കെ ഉണ്ടായി. പോലീസിനെ വിളിച്ചു വരുത്തി, പോലീസ് ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു എന്ന് പറയുകയാണ്. അതിൽ ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രതികരണം അതിന് മുൻപ് നമ്മൾ കേട്ടതാണ്. വളരെ മോശം ഭാഷയിൽ 112 വിളിക്കുന്നത് വട്ടുള്ളവർക്ക് എന്തും ചെയ്യാം എന്ന തരത്തിലേക്ക് വളരെ മോശമായ തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് കണ്ടു. ഇത് വ്യക്തിപരമായ വിഷയമല്ല എന്നത് ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. അപ്പോൾ ഈ ആരോപണങ്ങൾ അത് ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. അതിൽ മന്ത്രിയുടെ നിലപാട് എന്താണ്? ഇനിയിപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുമുണ്ടല്ലോ. അനുജ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് മന്ത്രിക്കെതിരെ ഭാര്യ തന്നെ ഉയർത്തിയിരിക്കുന്നത്. അത് അതീവ ഗൗരവതരമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് പത്തനാപുരം മണ്ഡലത്തിൽ അത് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയപരമായിട്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്നുള്ള പ്രതികരണമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉയർത്തിയതെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ, ആ പ്രതികരണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രത്യക്ഷത്തിൽ പരാതി ഉന്നയിച്ച് ഭാര്യ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് നടപടി
നടപടിയിലേക്ക് അടക്കം ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ KSC ഉൾപ്പെടെയുള്ള സംഘടനകൾ മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ പ്രതികരണം നടത്തി രംഗത്തെത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ തങ്ങളുടെ കയ്യിൽ KB ഗണേഷ് കുമാറിനെതിരെയുള്ള ചില തെളിവുകളുണ്ട്, ഫോട്ടോകൾ ഉൾപ്പെടെ ഉണ്ട്, വീഡിയോകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അത് തെളിവുകളായിട്ട് തന്നെ പൊതുമധ്യത്തിൽ പരസ്യപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ KSCയും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് കൂടി പല തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ പത്തനാപുരത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയങ്ങളെ രാഷ്ട്രീയപരമായിട്ട് ഉയർന്ന ആരോപണങ്ങളായിട്ട് തള്ളിക്കളയുകയാണ് KB ഗണേഷ് കുമാർ തന്റെ പ്രതികരണത്തിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഭാര്യ പരസ്യമായിട്ട് ഇത്തരത്തിലൊരു പരാതി മാധ്യമങ്ങൾ വഴി ഉയർത്തി കഴിഞ്ഞതിന് ശേഷം മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ പ്രതികരണം തേടുന്നുണ്ട്. അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്നത് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും അതിന് മുമ്പ് വരെ ഈ വിഷയങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ അത് തള്ളിക്കളയുകയാണ്. അത് രാഷ്ട്രീയപരമായിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഉയർത്തപ്പെട്ട, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് ഉയർത്തിയ വിമർശനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കുകയായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാർ ചെയ്തത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ വരാനിരിക്കുന്നു. എന്താണ് അവരുടെ കയ്യിലുള്ള തെളിവുകൾ, എന്താണ് KB ഗണേഷ് കുമാറിന് എതിരെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ, പരാതികൾ എന്നുള്ളതാണ് ഇനി വരുന്ന സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.